പ്രാർത്ഥന എന്നത് വെറും വാക്കുകൾ പറയുന്നതല്ല. പ്രാർത്ഥന ദൈവത്തോടുള്ള ഒരു ബന്ധമാണ്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു സംഭാഷണമാണ്. എന്നാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരേ ശക്തിയില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന മാത്രം ജീവിതങ്ങളെ മാറ്റുന്നു. ബൈബിളിൽ പറയുന്നു, വിശ്വാസത്തോടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തു തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം വേണം ആദ്യം. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു സംഭവം കാണാം. 2 കുരുടന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ചു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശു അവരോട് ചോദിച്ചു, ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഇതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. യേശു മറ്റൊരു സ്ഥലത്ത് ശിഷ്യന്മാരോട് പറയുന്നു, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. ഇവിടെ യേശു പറഞ്ഞ കടുകുമണി ലോകത്തിലെ ഏറ്റവും ചെറിയ വിത്തുകളിൽ ഒന്നാണ്. കടുകുമണി ചെറുതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ജീവൻ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു. ഒരു കടുകുമണി മണ്ണിൽ വീണാൽ അത് മണ്ണിനുള്ളിൽ പൊട്ടി അതിനുള്ളിലെ ജീവൻ പുറത്തു വരും. പിന്നീട് അത് വളർന്ന് വലിയൊരു ചെടിയായി മാറും. ഒരു ചെറിയ വിത്ത് വലിയ ഒരു വൃക്ഷത്തിൻ്റെ തുടക്കമാകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടായാൽ മതിയെന്ന്. കാരണം വിശ്വാസത്തിൻ്റെ ശക്തി നമ്മിൽ നിന്നല്ല വരുന്നത്, നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. ഒരു ചെറിയ കുട്ടി പിതാവിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ അവന് വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ അവൻ പിടിച്ചിരിക്കുന്ന കൈ അവനെ സുരക്ഷിതനാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിലും നാം പിടിച്ചിരിക്കുന്ന കൈകൾ അത് ശക്തിയുള്ള കൈകളാണ്. നാം വിശ്വസിക്കുന്ന ദൈവം മഹാനാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയ്ക്കുന്നു. നമ്മുടെ ദുഃഖത്തെ പ്രത്യാശയുള്ളതാക്കി തീർക്കുന്നു. നമ്മുടെ ദൗർബല്യത്തെ അത് ശക്തിയാക്കുന്നു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഉടൻ ഫലം കാണാത്തപ്പോൾ നിരാശപ്പെടാറുണ്ട്. എന്നാൽ ഓർക്കുക, ദൈവം ചിലപ്പോൾ ഉടൻ ഉത്തരമരുളും, എന്നാൽ ചിലപ്പോൾ കാത്തിരിക്കാൻ ഇടവരുത്തും. ചിലപ്പോൾ ദൈവം നമുക്ക് അതിലും മികച്ചത് ഒരുക്കുകയായിരിക്കാം. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്താതെ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടാതെ, ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ വിടുവിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവിൻ. എന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിചാരിച്ചതിലപ്പുറമായി ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും.